ഫീസ് വർധനയിൽ കാർഷിക സർവകലാശാല VC B അശോകിനെതിരെ SFIയുടെ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാർഷിക സർവകലാശാല VC B അശോകിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാർഷിക സർവകലാശാല VCക്ക് നേരെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അവിടെ പ്രവർത്തകരെ പോലീസ് തടയുന്നതുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VCക്കെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയത്. അതിന് തുടർച്ചയെന്ന വണ്ണമാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയ VCയെ ഇപ്പോൾ പ്രവർത്തകർ തടയുന്നത്. സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാന, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിന്റെ പരിസരമാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെന്താണ് ശരിക്കും സംഭവം? സഫാൻ, കേൾക്കുന്നുണ്ടോ? തിരുവനന്തപുരത്താണ് B അശോകിനെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിൽ എത്തിയ B അശോകിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അവിടെ VCയെ തടയുന്ന സമീപനമാണ് ഉണ്ടായത്. VCയുടെ വാഹനം പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തെള്ളും ഉണ്ടായി. VP സഫാൻ അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. സഫാൻ, കേൾക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെയുള്ള VCക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ഒരു 8 മണിയോടുകൂടി SFI പ്രവർത്തകർ VC B അശോകിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയ B അശോകിനെ തടയാൻ SFI പ്രവർത്തകരെത്തിയത്. SFI സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ B അശോകിനെ ഇപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ വാഹനത്തിൽ പോലും കയറ്റാൻ കഴിയാത്ത ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയൊരു പോലീസ് വിന്യാസം ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുണ്ടായിരുന്നു. ഈ പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെ അങ്ങനെ കൃത്യം 10:35 ആയപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് VC വന്നിറങ്ങുകയും SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാകുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ പ്രവർത്തകരെ SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ കരുന്തൽ തടങ്കലിനടക്കം ഇടാൻ പോലീസ് ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വന്നിറങ്ങിയ സമയത്ത് വലിയൊരു പ്രതിഷേധം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തെ B അശോക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന വാഹനത്തെ പിന്തുടരുകയാണ് പ്രവർത്തകർ. വലിയ പോലീസ് വിന്യാസവും ഉണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വേള വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചക്കും VC തയ്യാറാവുന്നില്ല. രാഷ്ട്രീയത്തിന്റെ സമീപനമാണ് VC സ്വീകരിച്ചു എന്ന് കൊണ്ടിരിക്കുന്നതെന്ന് അടക്കമുള്ള ആരോപണമാണ് SFI ഉന്നയിക്കുന്നത്. നേരത്തെ വിഷയത്തിൽ SFI നേതാക്കൾ B അശോകുമായി ചർച്ചയ്ക്ക് വന്നപ്പോഴും തങ്ങളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോട് സ്വീകരിക്കേണ്ട സമീപനമല്ല VC സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ്. അധികാരവർഗത്തിന്റെ ഫ്രസ്ട്രേഷനാണ് അദ്ദേഹം തീർക്കുന്നത്. തടഞ്ഞിരിക്കുകയാണ്. ഫീസ് വർധനവിനെതിരെ, കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ, തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ കാർഷിക സർവകലാശാല
VC അവിടെ തടഞ്ഞിരിക്കുകയാണ് SFI പ്രവർത്തകർ. SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കാൻ വരെ പോലീസ് ശ്രമിച്ചിരുന്നു എന്നാണ് അവിടെ നിന്നും VP സഭാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ B. അശോകനെതിരെ SFI ഉയർത്തിയത്.